പേഴ്സണൽ ഇഷ്യൂ ആയിരുന്നു. ഇന്ത്യൻസ് സ്മെല്ലാണ് അതിൻ്റെ. പിന്നെ അവന്മാരായിട്ട് അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോൾ ഇന്ത്യൻ എന്നാണ് അവർ പറയുന്നത്. വെൽക്കം ടു തല്ലു പോഡ്കാസ്റ്റ്. യെസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഒരു സീരിയസ് സിറ്റുവേഷൻ ആണ് പറയാൻ പോകുന്നത്. നമ്മളൊരു സ്ഥലത്ത് പഠിക്കാൻ വന്നാൽ ഇവിടെ വേറെ ആൾക്കാർ കാണും. ലൈക്ക് ടെക്നിക്കാലിറ്റി പറഞ്ഞാൽ വിവിധ തമിഴിയൻസ് ഉണ്ട്, കന്നഡികാസ് ഉണ്ട്, മെജോറിറ്റി മലയാളീസാണ്. പക്ഷേ ഹിന്ദിക്കാരന്മാരുണ്ട്. പക്ഷെ റവന്റെ ഒക്കെ വിചാരം നമ്മൾ കുറച്ച് മലയാളീസ് കുറച്ച് വകഭേദം കാണിക്കുന്നുണ്ടെന്നാണ് റവന്റെ വിചാരം. അതിനകത്ത് തെറ്റ് പറയാൻ പറ്റൂല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷേ റവന്റെ വിചാരം ലൈക്ക് ചില മലയാളീസ് ആയാലും. ഞാൻ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ജൂനിയറായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ലൈക്ക് റവന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിരുന്നു. പേഴ്സണൽ ഇഷ്യൂസ് റവർ പറയുന്നത് അതും ഒരു ഹിന്ദി സ്പീക്കിംഗ് ആളായിട്ടാണ് ഒരു ഇഷ്യൂ വന്നത്. ആ ഇഷ്യൂവിൽ ഇവൻ പറയുന്നത് അവൻ ഹിന്ദിയാണ്, അവൻ ഹിന്ദിക്കാരനാണ്, നമ്മൾ മലയാളീസ് എല്ലാം ഒരു കെട്ടായിട്ട് നിന്ന് അവനെ ലൈക്ക് ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരു ലൈക്ക് വിട്ട് കളയുന്ന സ്കീം മാറ്റി നിർത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മക്കളെ അതിൻ്റെ ഒരു ഇതും വേണ്ട. എന്താന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാ ജാതി ആൾക്കാരും ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരുമായിട്ട് ഒരു സൗഹൃദത്തിൽ അങ്ങ് പോയാൽ മിങ്കിൾ ചെയ്ത് അങ്ങ് പോവുക. അതാ ഒരു 6 വർഷം കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അങ്ങനത്തെ ശത്രുത്വ അങ്ങനത്തെ ഒരു സാധനം കാണൂല ടെക്നിക്കലി വരാം. അതെ, ഈ 6 വർഷം കഴിഞ്ഞ് ആരൊക്കെ തന്നെ കാണുമെന്ന് തന്നെ ഒരു പറയാൻ പറ്റൂലല്ലോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു ഓൾമോസ്റ്റ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല, നല്ല സുഹൃത്ത് ആയ ഒരു ആള് ഒരു ഹിന്ദി സ്പീക്കിംഗ് ആയിരുന്നു. അയാളുടെ പേര് പേര് വേണ്ട, ഓക്കെ കുഴപ്പമില്ല, പേര് വേണ്ട. ബട്ട് അയാളായിട്ട് നമുക്ക് ബോറടിക്കുമ്പോഴും അയാൾക്ക് ബോറടിക്കുമ്പോഴും നമ്മളെ വിളിച്ചിട്ട് എന്താണ് പരിപാടി, എന്ത് ചെയ്യാം, നമുക്ക് ഫുട്ബോൾ കളിക്കാം, അങ്ങനത്തെ കുറേ നമുക്ക് ഫുഡ് വരെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ആൾക്കാർ. ലൈക്ക് അവൻ്റെ കൾച്ചറിൽ വെച്ച് ലൈക്ക് അവരുണ്ടാക്കുന്ന മീൻ ഫുഡ്സ് അങ്ങനത്തെ സ്കീമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാവരായിട്ടും ഒന്ന് മിങ്കിലാവുക. പിന്നെ നീ പഠിച്ചത് കർണാടകയിലല്ലേ? ഞാൻ എൻ്റെതായിട്ടുള്ള ഒന്നിച്ചിപ്പം നീ അവിടെ കുറെ നാൾ നിന്നതല്ലേ? ഞാനൊരു 3 വർഷം ഉണ്ടായിരുന്നു. അപ്പം നിന്റെ കഥ പറ. അപ്പം എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഞാനിപ്പം കർണാടകയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു മലയാളിയായിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മലയാള സ്വഭാവം കാണിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പം ഇവിടുത്തെ പോലെ നമ്മളിവിടെ വന്ന് റൊമേനിയൻ പഠിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാലും കന്നഡ പഠിക്കണം. അപ്പം ഏകദേശം 2 വർഷത്തിനകം കന്നഡയൊക്കെ അത്യാവശ്യം സംസാരിക്കാനുമായി അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. നമുക്ക് കന്നഡ അറിയാവുന്നതിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെടുത്ത് കുറച്ചുകൂടെ കെയറൊക്കെ തരാൻ തുടങ്ങി. ഞാൻ പലതവണ ഓട്ടോയിൽ 100-200 രൂപയുടെ സ്ഥലങ്ങളിൽ പോകേണ്ടത് ഫ്രീ ആയിട്ട് പോയിട്ടുണ്ട്. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കന്നഡ അറിയാവില്ലേ, നല്ലൊരു കാര്യം, അങ്ങനെ വന്ന് നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്ന് വെച്ച് കാശ് കൊടുക്കുന്നത് വേണ്ട, വെച്ചോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളിവിടെ വന്നതല്ലേ, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ലൈക്ക് നമ്മൾ എവിടെയാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോവുക. പിന്നെ നീ ഇപ്പം പറഞ്ഞ ഒരു ഇഷ്യൂ ആണെങ്കിൽ ഇവിടെ എന്തായാലും നമ്മൾ പഠിക്കാൻ വന്നു, ഇവിടെ പല കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരുണ്ടാകും, പല സ്റ്റേറ്റ്സിൽ നിന്നുള്ളതാണെങ്കിലും എങ്ങനെയാണല്ലോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ശത്രുതയിലോ ഒന്നും അല്ല ജീവിക്കുന്നത്. രണ്ടാമതൊന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള ടൈമില്ല. ഒരു ശത്രുത ഉണ്ടാക്കി നടത്താനും അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലുള്ളവർക്ക് ഉദ്ദേശം ഇവിടെ പഠിക്കാനല്ല, മനസ്സിലായില്ല. പഠിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് അതിൻ്റെ ടൈമും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഈ ശത്രുത ഉണ്ടാക്കി അല്ലെങ്കിൽ മനസ്സിൽ ആ ഒരു വിഷം കുത്തി നിറച്ച് നടക്കുന്നവർക്ക് അതിന് മാത്രമേ ടൈമും കാണത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വിചാരിക്കുന്നത് നിങ്ങളെ അടി ഉണ്ടാക്കിയാലും എന്ത് കേസ് വന്നാലും അവർ ഹിന്ദിക്കാരന്മാരാണ്, കന്നഡികാണ്, മലയാളി സ്പീക്കിംഗ് ആണ് നോക്കൂല. അവർ വിചാരിക്കുന്ന അടി ഉണ്ടായോ ഓക്കെ, ഏത് 2 പേരാണ് അടി ഉണ്ടായത് അവർക്കാണ് ആദ്യം എക്സ്പെൽ കിട്ടാൻ പോകും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചാണെങ്കിൽ കൊടുത്തവനും കൊണ്ടവനും കണ്ടു നിന്നവനും ഒക്കെ പണിയാണ്. എല്ലാ സൈഡിലും ഇറങ്ങി പോകേണ്ടി വരും. അതാ പണി കിട്ടും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ആക്ച്വലി ഇത് എനിക്ക് ഇവിടെ വന്നിട്ട് പേഴ്സണലായിട്ടൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ നിനക്കറിയാവുന്ന ഒരു ഇഷ്യൂ ആണ്. 2nd ഇയർ ആണെന്ന് തോന്നുന്നു, അന്ന് വന്നൊരു ഫസ്റ്റ് ഇയർ പയ്യൻ. അപ്പം ഒരു ചെറിയൊരു സാഹചര്യത്തിൽ അവനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട്, പ്രശ്നമല്ല ഒരു സംസാരമായിരുന്നു. ഫോൾട്ട് കംപ്ലീറ്റ്ലി അവൻ്റെ തന്നെയാണ്. അത് അറിയാവുന്നവർക്കെല്ലാം കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ്. ഒരാളുടെ വീട്ടിലോട്ട് വരുമ്പോൾ മര്യാദ കാണിക്കേണ്ടതും ഒക്കെയുണ്ട്. അതും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരുടെയും വീട്ടിൽ എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സീനിയർ പറഞ്ഞിട്ടാണെങ്കിലും കൊണ്ടുവരാനും പാടില്ല. അങ്ങനെയാണ് ഇത്. അതെല്ലാം നടന്നു. അവിടെ ഉള്ള ആൾക്കാർ അറിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവം നടന്നു എന്നുള്ളത്. അത് ചോദിക്കാൻ ചെന്ന
നമ്മുടെ അടുത്തോട്ട് ചാടി കളിക്കുക. എന്നിട്ട് അവൻ വിഷയം മാറ്റി. ബോധം വന്നപ്പോഴത്തേക്ക് ഓക്കെ ഇവന്മാർ ഇത്ര ഒരു ഗ്യാങ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാന്ന് കണ്ടപ്പോഴത്തേക്ക് അത് എൻ്റെയർലി ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രശ്നം. അതായത് മലയാളീസും തമിഴുമായിട്ട് മലയാളീസിന് തമിഴ് പീപ്പിൾസിൻ്റെ അടുത്ത് പ്രോബ്ലം ഉണ്ടെന്ന് അവൻ പറഞ്ഞുണ്ടാക്കി. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇത് അറിയുന്നുണ്ട്, ലൈക്ക് ഇങ്ങനെ ഇവൻ പറഞ്ഞു നടക്കുന്നു എന്നുള്ളത്. ഇവൻ പറഞ്ഞു നടക്കുന്നത് ഞാൻ അവനെ പിറ്റേ ദിവസം തപ്പി പിടിച്ചു. അത് വേറൊരു കാര്യത്തിനും കൂടെ ആയിരുന്നു. അത് ഈ മലയാളീസ് തമിഴ്സിൻ്റെ ഇഷ്യൂ അല്ലാതെ ഇവൻ വേറൊരു പ്രോബ്ലം കൂടെ അതിൻ്റെ ഇടയ്ക്ക് അടിച്ച് കയറ്റിയായിരുന്നു. അപ്പം ഈ രണ്ട് കാര്യത്തിനൂടെ ഞാൻ ഇവനെ പിടിച്ച് എടാ തോന്നിയ ദിവസം എന്തിനാ പറയുന്നത് ചോദിക്കാൻ ചെന്നപ്പോഴേ ഇവൻ അണ്ണാ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങി വന്ന് ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു അവിടെ. അണ്ണൻ്റെ ഒരു ഡാഷ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു നീ ഈ പറഞ്ഞു നടക്കുന്നതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണോ നീ പറയണമെന്ന് ചോദിച്ചു. ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഇത്രയും കുത്തി വീർപ്പിച്ച് നീ കൊണ്ട് നടക്കുക. അതുമാത്രമല്ല വേറെ പല ആൾക്കാർക്ക് ഞാൻ ചോദിച്ചതേ ഉള്ളൂ, പല ആൾക്കാരുടെ ഞാൻ അവൻ അടിയും കിട്ടി ആ ഒരു ടൈമിൽ. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയി. കാരണം അവൻ അന്നൊരു ഇഷ്യൂ ഉണ്ടെന്ന് മറ്റേ ആ ചെക്കന് തലക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ആരാണെങ്കിലും അവനിങ്ങനെ നോക്കി നിൽക്കും. അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ പോവുകയാണെങ്കിൽ അവർ എവിടം വരെ അവൻ കയറി പോകുന്ന അവൻ അവിടെ വരെ ഇങ്ങനെ വന്ന് നോക്കും. അങ്ങനെ നോക്കി എന്നൊരു സീനിയറിൻ്റെ ഒരെണ്ണം കിട്ടിയായിരുന്നു ഒരു ദിവസം. അങ്ങനെ ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അണ്ണാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം കൂടെ വേണം. പിന്നെ ഇവിടെ ലൈക്ക് ഒരു സ്പോർട്സോ ഒരു ഇവൻറ്റിലോ വന്ന പ്രശ്നത്തിന് ഒരു കമ്മ്യൂണിറ്റി ലൈക്ക് മലയാളീസിനെ തരികയിൽ അങ്ങനത്തെ സ്കീമിലൊക്കെ ആണെങ്കിൽ മലയാളീസ് ഓക്കെ ഇടപെടും. പക്ഷേ അത് ആ സിറ്റുവേഷൻ മാത്രമാണ്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ മലയാളീസ് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെങ്കിൽ ചില ആൾക്കാരുടെ നിന്ന് അടി വരെ കിട്ടാൻ ചാൻസ് ഉണ്ടായ സമയത്ത് ലൈക്ക് മലയാളീസൊക്കെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അവർ ഒഴിവാക്കുന്ന സമയമുണ്ട്. ഇവിടെ പിന്നെ അടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്യാമറേൻ്റെ മുമ്പിൽ നിന്ന് അടി ഉണ്ടാക്കല്ലേ. മാക്സിമം പോയാൽ ക്യാമറേൻ്റെ മുമ്പിൽ അടി ഉണ്ടാക്കരുത് ഒരു കാരണവശാലും. നിങ്ങൾ വന്ന എന്തിനാണ് ഇവിടെ തല്ലുകൂടെ? മാർഷൽ ആർട്സിന്റെ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒന്നിനല്ല വന്നേക്കുന്നത്, MBBS പഠിക്കാനാണ്. ഈ കാണുന്ന ആയുധമൊക്കെ ഇതിലുണ്ടെന്ന് വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കണമെന്നല്ല. അപ്പോൾ പഠിക്കാൻ വന്നവർ പഠിക്കുക. ഇനിയിപ്പം പോയ വള്ളി കഴുത്തേ വന്ന് കയറുക എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒട്ടും തട്ടി മാറ്റിയിട്ട് മാറാൻ പറ്റുന്നില്ല, എങ്ങനെ നോക്കിയിട്ട് നമ്മുടെ നേർക്ക് തന്നെ വരുവാണെങ്കിൽ അപ്പോഴും ഇവൻ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലെങ്കിൽ ഒട്ടും മാറാൻ പറ്റുന്നില്ലെങ്കിൽ ആരും കാണാത്തിടത്തെങ്കിലും. കാരണം ഇത് കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രോബ്ലം. നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, അതായത് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഏകദേശം 15 അതിൻ്റെ എബവ് ഒക്കെ പോയി അതെല്ലാം പോകും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അതൊന്നും തിരിച്ച് അതിൻ്റെ പകുതി ഇന്ന മക്കളെ നിങ്ങൾ കൊണ്ടുപോയിക്കും അങ്ങനെയൊന്നും പറഞ്ഞല്ല വിടാൻ പോണത്. അവർ പറയും ചിലപ്പോൾ എക്സ്പെർട്ട് ഫീസൊക്കെ തിരിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കൊടുത്തത് ഇവിടെ പോയത് തന്നെ. അതെ, പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് റെന്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെലവായ കാശ് നഷ്ടത്തിലാണ്, വെള്ളം അത് തന്നെ പറയേണ്ടത്. പോയി ഒഴുക്കി വിട്ടത് പോയി. അതാ സത്യം മെയിനായിട്ട് പറയേണ്ടത് ഇത് തന്നെയാണ്. ഈ കമ്മ്യൂണിറ്റി ഇഷ്യൂ ഇല്ല. ഇനി അത് ആരെങ്കിലും ഉണ്ടാക്കി തീർക്കുന്നുണ്ടെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റിന്ന് ഒരു ഈ പറയത്തില്ല എല്ലാ ഒരു പഴത്തിലും കാണും എല്ലാ കൊലയിലും കാണും ഒരു ചീഞ്ഞ പഴമാണ്. അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഒരുത്തൻ. ആ ഒരുത്തൻ ഈ അടിച്ചിടക്കുന്ന ഡയലോഗിന്റെ പേരിലായിരിക്കും ആ ഒരു 10 എണ്ണം അടുത്ത 10 എണ്ണത്തിനോട് കോർക്കാൻ ഇറങ്ങുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ഫുട്ബോൾ ടീമുണ്ട്. അതിനകത്ത് തന്നെ കളിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഹിന്ദി സ്പീക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞ മനുഷ്യനുമായിട്ട് ഹിന്ദി അറിയാവുന്നതിന്റെ പേരിൽ അങ്ങേരെ എൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചാൾ നിനക്ക് പരിചയം വന്നതിന് ശേഷമല്ലേ ഞാൻ പരിചയപ്പെട്ടത്. നമ്മൾ രണ്ടുമായിട്ട് പോകും അങ്ങനെ ഇതായി. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാം. ഞാൻ ഹിന്ദിയോട് സംസാരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ സതീശൻ കൈസാവോ പിന്നെ മലയാളം പഠിച്ച് അങ്ങനെ മലയാളം പഠിച്ച് എന്തൊക്കെ അതാണ് എന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഹാപ്പി ആയിട്ട് പോവുക, അത്ര അതാണ് പറയണത്. പിന്നെ നിങ്ങൾ വേറെ ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയ സീനിയേഴ്സിൻ്റെ അടുത്ത് വരെ ചോദിച്ചാൽ 6 years കഴിഞ്ഞാൽ 6th year പാസ് ഔട്ട് ആയാൽ നിങ്ങൾ വിചാരിക്കുന്ന എനിക്കത്തെ ശത്രുത വെച്ചിട്ട് ആരും ഇത് ആലോചിച്ച് നിൽക്കാനും പോകുന്നില്ല, ആരും ഇതിൻ്റെ പിന്നാലെ ഓടാനും പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരുമായിട്ട് കമ്പനി ആകുക. ഓക്കെ, കോളേജ് ആകുമ്പം കുറച്ച് അടി ഇടി അതൊക്കെ ഓക്കെയാണ്. പക്ഷേ മാക്സിമം ഈ കമ്മ്യൂണിറ്റി ബേസിൽ അടി ഉണ്ടാക്കാറേക്ക്. അല്ല ഫുട്ബോളൊക്കെ ആണെങ്കിൽ പിന്നെ അടി ഉണ്ടാവും. അതും ഇങ്ങനത്തെ എന്തിട്ട് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസിൽ അടി ഉണ്ടാവും. അത്ഭുതം അത് തന്നെ. അതിന്റെ അല്ലാതെ നിങ്ങൾ കമ്മ്യൂണിറ്റി ബേസിൽ ഇങ്ങനെ അടി ഉണ്ടാക്കാൻ നിന്നാൽ അത് ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാരോടും കൂടാണ് പറയണത്. ഇതിപ്പം ട്രാൻസ്ലേറ്റ് എന്തെങ്കിലും നമ്മൾ സബ് ടൈറ്റിലൊന്നും ഇടുന്നില്ല. പക്ഷേ മലയാളികൾ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതൊന്നും ശരിയല്ല മക്കളെ. പറഞ്ഞ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാൻ നോക്കുക. അല്ലാതെ ഏത് ലാംഗ്വേജിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. സത്യം ഇംഗ്ലീഷ് സംസാരിച്ചാൽ
എല്ലാവരും ആ ഒരു ഇന്ത്യൻസ് എന്നുള്ള രീതി ഇപ്പോൾ എന്തായാലും നമ്മളെ ഇവിടെ പച്ചയ്ക്ക് റൊമേനിയൻസ് അപവാദം പറയണത് നിങ്ങൾ കന്നഡാസ് അങ്ങനെ മാറി അങ്ങനല്ല, എല്ലാവരും ടോട്ടലായിട്ട് ഇന്ത്യൻസ്, ഇവർ ശരിയല്ല എന്നാണ് പറയണത്. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനെനിക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാനുള്ളത്, അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണെങ്കിലും കമ്മ്യൂണിൽ താമസിക്കുന്ന എൻ്റെ പൊന്നു മക്കളെ, LCയിൽ ഒരു സ്പ്രേക്ക് എത്രയുടെ വില? 200-300. അതിലും കുറവുണ്ടല്ലോ. കുറവുണ്ട്. ഉണ്ട്. നമ്മൾ കറി അല്ലെങ്കിൽ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അല്ലാതെ ഉണ്ടാക്കി കഴിച്ചോ നല്ലത് തന്നെ. നമ്മൾ ഇന്ത്യൻസ് ആണ്, നമുക്ക് മസാലാസിൻ്റെ എല്ലാം ഇത് ഇഷ്ടമുണ്ട്, കഴിക്കുക. അല്ല തലവഴി കോരി ഇട്ടിട്ട് ക്ലാസ്സിൽ ബസ്സിൽ ഇങ്ങനൊന്നും വരരുത്. അതിപ്പോൾ മലയാളീസ് ആണെങ്കിലും ആരാണെങ്കിലും സ്മെല്ല് ഇഷ്ടപ്പെടില്ല. നമ്മൾ ബസ്സിനകത്ത് കയറി നിൽക്കുക, 9 ആണെങ്കിലും 9 ചെണ്ടൂരിലെത്തുന്ന അറിയാമല്ലോ, ഇടിച്ച് തിങ്ങി നെരിഞ്ഞാൽ പോണത്. നിങ്ങൾ സാമ്പാറിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് കയറുന്നതെന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ മറ്റൊരു ഇതിൻ്റെ സ്മെല്ല് നിങ്ങൾ സഹിക്കേണ്ടതെന്ന് ആലോചിച്ച്, ഇതിനൊക്കെ ഇവിടെ തുച്ഛമായ വിലയേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ബ്രേക്ക് കിട്ടുമ്പോൾ കമീനിലെത്തുമ്പോൾ കുക്ക് ചെയ്യാൻ പോണത് അന്ന് ഇട്ട ക്ലാസ്സിലെ വേഷമല്ല ഇടേണ്ടത്. ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള റൂം അടുത്ത് തന്നെ ഉണ്ട്, ഓരോ ഫ്ലോറിലും ഉണ്ട് കിച്ചൺ. അപ്പാർട്ട്മെൻറ്റിൽ പോകുന്നവരാണെങ്കിൽ അവരുടെ റൂമും കാര്യങ്ങളും തുണിയെല്ലാം അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു മര്യാദയാണ്, നമ്മൾ വൃത്തിയോടെ. പിന്നെ ഇത് ഒരു തണുപ്പുണ്ട രാജ്യമാണ്, ചെരുപ്പിട്ട് നടക്കല് നാണക്കേടാണ്. സീരിയസ് ആയിട്ടും പച്ച നാണക്കേട്. അല്ല, ചെരുപ്പിട്ട് നന്നല്ലേ, ചില അവിടുത്തെ ആൾക്കാർ തെരുവിലിരിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ്, അല്ലാതെ നിങ്ങൾ ഇത് കണ്ടിട്ട് അവർക്ക് അതൊന്നും അല്ല. വലിയ തണുപ്പടിച്ച് തല കറങ്ങി വീഴുമ്പോഴും കാണുന്നവരായിരിക്കും വന്ന് പൊക്കിയെടുക്കുന്നത്. പക്ഷേ ഈ സ്മെല്ലിന്റെ കാര്യം ഇത് ഭയങ്കര ബോറാണ്. കാരണം നിങ്ങൾ ഒരാൾ കാണിക്കുന്നതിൻ്റെ എൻ്റെയർ കമ്മ്യൂണിറ്റിയാണ് ഇതാകണത്. അതിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോൾ ഇന്ത്യൻ എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻസ് സ്മെല്ലാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇതൊക്കെ തന്നെ. നിങ്ങൾ ഈ ചമഞ്ഞൊരുങ്ങി നടക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്പ്രേ LCയിലോ മാലിലോ, ഞാൻ PRC വല്ല സ്പ്രേ കിട്ടുമോ? ഇല്ല, കുറവാണ്. എന്തെങ്കിലും കിട്ടും, പക്ഷേ വിലക്കുറവാടാ. ഇതൊന്നും മേടിച്ച് അടിച്ചാൽ മതി. ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് ചെയ്യരുത്. ജാക്കറ്റിൽ സ്മെല്ലായി കഴിഞ്ഞാൽ പോകാൻ പ്രയാസമാണ്. ഇത് നിങ്ങൾ എപ്പോഴും ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിലാണെങ്കിലും നമ്മളെ മറ്റൊരാൾ സഹിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇത് നമ്മുടെ സാധനമല്ല, അല്ലെങ്കിൽ നമ്മുടെ കൺട്രി അല്ല. നമ്മളിവിടെ വന്ന് നിൽക്കുവാണ്. നിങ്ങളുടെ ആ ഗ്രീൻ കാർഡിനകത്ത് എഴുതിയിട്ടുണ്ട് പെർമനൻറ്റ് ഇതെന്ന്, റെസിഡൻ്റ് എന്നല്ല, ടെമ്പററി റെസിഡൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇത്ര നാളത്തേക്കാണ് ഇങ്ങനെ വന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം, ഇതിപ്പം കേൾക്കുന്നവർക്ക് ആർക്കാണെങ്കിലും മനസ്സിലായെങ്കിൽ മനസ്സിലാവും, ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം നാണം കെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഇപ്പം ലോകം മൊത്തം അറിയപ്പെടുന്നത് ഇന്ത്യൻസിന് സ്മെല്ലെന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഞാനും പേഴ്സണലായി, നിങ്ങളിൽ പലരും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കാണും. നിങ്ങൾ സ്വയമേ ആലോചിച്ച് കാണും. കാരണം ഒരു സ്പ്രേക്കൊക്കെ ഇതൊന്നും അടിച്ചുകൂടെ, അല്ലെങ്കിൽ തുണിയൊക്കെ ഒന്ന് കഴുകിക്കൂടെ? വിയർപ്പിൻ്റെ മണം. എല്ലാവരും ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരാളെ, ഇതൊക്കെ മോശമാണ്. നമ്മളായിട്ട് കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന സ്റ്റുഡൻസിന് ഈ പറയുന്ന എന്തുവാണ് കോൺസിക്വൻസസ് കൂടെ കടന്നു പോകേണ്ട കാര്യം വരത്തില്ല. ഇപ്പം നമ്മൾക്ക് മുമ്പുള്ള ആൾക്കാർ ചെയ്തതിൻ്റെ നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക് അതൊരു ബെറ്റർ ആയിട്ടുള്ള ഇതായിരിക്കും. അവരുടെ അടുത്ത് ഇവിടുത്തെ നാട്ടുകാർ കുറച്ച് മാന്യമായിട്ട് ബിഹേവ് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് അങ്ങനെ ഒരു സാധനമുണ്ട്. അത് മെയിൻ ഒരു ഇഷ്യൂ ആണ് ഈ സ്മെല്ല്. ഇപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ വന്നില്ല, എൻ്റെ ഒരു സീനിയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അവൻ കൃത്യമായിട്ട് പറഞ്ഞത്, നീ എപ്പോഴും ഒരു സ്പ്രേ, ഞാൻ പേര് പറയുന്നില്ല, എപ്പോഴും ജിമ്മിൽ പോകുന്ന സമയത്ത് ജിമ്മിലോട്ട് വരുവാണെങ്കിൽ കിച്ചണിൽ നിന്ന വേഷത്തിൽ വരരുത്, നീ എപ്പോഴും ഒരു സ്പ്രേ ബാഗ്. എന്നോട് ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ ഇന്നും അത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു സ്പ്രേ കാണും. ഞാടി നമുക്കറിയത്തില്ല നമ്മളെപ്പോഴാണ് സ്മെല്ലി ആകണം. പക്ഷേ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം പല പൈസയൊക്കെ വെറുതെ കളയുന്ന സമയത്ത് ഇതൊക്കെ യൂസ്ഫുൾ ആണ്. ലൈക്ക് ഈ കമ്മ്യൂണിറ്റി ഇഷ്യൂ പോലെ ഇതൊരു ഇഷ്യൂ. കാരണം ഇത് നമ്മളിത് ഹോളായിട്ടാണ് പറയുന്നത് സ്മെല്ലി ഇന്ത്യൻസ് എന്നുള്ളത്. ഇവിടെ ഉണ്ട് അത്. ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ആൾക്കാർ മൂക്ക് പൊത്തി നിൽക്കണത് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ബസ്സിൽ. അത് പിന്നെ നമ്മളുടെ ഒരു ഇമേജിനെ ബാധിക്കുന്നുണ്ട്. കാരണം അതേ ലെവലിൽ തന്നെയല്ലേ അവർ കാണുന്നത്. അവർ ഒരു ഹോൾ കമ്മ്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അവർക്ക് ഇവിടെ ഒരു വ്യത്യാസമില്ല. ലൈക്ക് കന്നഡ സ്പീക്കിംഗ് ആണോ, ഹിന്ദി സ്പീക്കിംഗ് ആണോ, മലയാളം, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് എല്ലാവർക്കും പറയാൻ. ഇത് ഒരു എൻ്റെ പേഴ്സണലായിട്ട് എനിക്കൊരു സംഭവം എനിക്കറിയാവുന്ന, നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹൈ അതോറിറ്റി ആയിട്ടുള്ള ഒരാളുണ്ട്. ഞാനിപ്പോൾ അത് ഒരു ഹയർ അതോറിറ്റി നമ്മുടെ ഫസ്റ്റ് ഇയർ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് വഴിയിൽ വെച്ച് കണ്ട്, ഇത് ഇവിടെ ഇടാൻ പാടില്ല, ചെരുപ്പ് പുറത്തിട്ടൊന്നും നടക്കരുതെന്ന് പറഞ്ഞിട്ട്. എനിക്കതിനകത്ത് ഒരു ദോഷവും തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചേ, നമ്മൾ നാട്ടിൽ ചപ്പലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. യൂറോപ്പിൽ വന്നിട്ട് ഇവിടെ ഞാൻ മറ്റേ പാരഗണ്ട ചപ്പൽ വിട്ട് ചിലപ്പോൾ ഷോ കാണും, നമ്മൾ മുണ്ട് കൊടുത്ത്. മക്കളെ അതൊക്കെ വെറും ബോറാടാ. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നു, ഇത് തണുപ്പുണ്ട രാജ്യമാണ്. ഹൈപ്പോ തെർമിയ എന്തെങ്കിലും അടിച്ച് കിടക്കുമ്പോൾ ഇല്ലേ
പുക കൊണ്ടുപോകാനായിട്ട് റൊമേനിയത്തെ വരൂ. എടാ അത് മാത്രമല്ല, ലൈക്ക് ഓരോ സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഓരോ സീസണ് ഞാൻ ഇപ്പം എന്തിനാ ജാക്കറ്റ് ഇട്ട്, വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടല്ലേ, അല്ലാതെ ഈ വീഡിയോക്ക് ഷോ ആയിട്ടല്ലല്ലോ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഈ സമ്മറിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയാണ് ഇറങ്ങുന്നത്, അല്ലെ ചെരുപ്പും നിക്കറും എന്നൊക്കെ പറയണതുകൊണ്ട് തണുപ്പടിച്ച് അവിടെ കിടക്കും. ഇതൊന്നും സീരിയസ് ഇഷ്യൂ അല്ലാന്ന് വിചാരിക്കുന്നവർ ഒന്ന് തപ്പി നോക്കിയാൽ മതി. തണുപ്പ് കൂടുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ബോഡിക്ക് ഉണ്ടാകണം എന്നുള്ളത്. ഗൂഗിളൊക്കെ ഫോണൊക്കെ എല്ലാവരും അതൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുക, വേറെ പലതിനും ഉപയോഗിക്കാതെ ഇതിനൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയാണ് ലൈക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അതാണ്. പിന്നെ മാക്സിമം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പിന്നെ ലൈക്ക് എല്ലാ കമ്മ്യൂണിറ്റീസും ആയിട്ടില്ലേ, ഞാൻ പറയുന്ന കേസ് എന്ന് വെച്ചാൽ ഹിന്ദി സ്പീക്കിങ് കന്നഡ സ്പീക്കിംഗ് ഒക്കെ ആയിട്ടില്ലേ, ലൈക്ക് നിങ്ങൾ മലയാളീസ് ലൈക്ക് അവരുടെ അടുത്ത് കേൾക്കുമ്പോൾ അവർ വിചാരിക്കും ഓക്കെ ലൈക്ക് ഇവർ വന്ന് സംസാരിക്കാത്ത എന്താ അങ്ങനത്തെ സ്കീം വിചാരിക്കും. അത് മലയാളീസിനുള്ള ഒരു പ്രശ്നം, മലയാളീസിനുണ്ട്, ഹിന്ദിക്കാർക്കുണ്ട്. അതിപ്പോ എല്ലാവരും ആണ് മല്ലു കന്നഡ തമിഴ് അങ്ങനത്തെ. സോ ആ ഒരു സാധനം വേണ്ട, നിങ്ങൾ ലൈക്ക് നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാലല്ലേ അവർ ഇങ്ങോട്ട് സംസാരിക്കും. അപ്പൊ നിങ്ങൾ ആ ഡിസ്റ്റൻസ് ഇട്ട് തന്ന ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിലാകാനും പറ്റൂല, സംസാരിക്കാനും പറ്റൂല. USMF ഇപ്പോൾ യു എസ് എം എഫിൽ ഒരു ക്യാമ്പസ് ഇല്ല. ഈ ഒരു സാധനം പറയുമ്പോൾ പലർക്കും മനസ്സിലാകൂല ഇതൊരു ക്യാമ്പസ് അല്ലേ. ക്യാമ്പസ് ആ ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ക കോളേജ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനൊരു സാധനം ഇവിടെ ഇല്ല. അല്ലെങ്കിൽ ഉണ്ടെന്ന് ആരെങ്കിലും വന്ന് പറയട്ടെ പൊളിയാണെന്നൊക്കെ. ഇല്ല. കാരണം എന്താണ്, ഈ 4 വഴിക്ക് ഒരു ക്ലാസ്സിൽ തന്നെ 8ഉം 10ഉം ഗ്യാങ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലത്തെ എൻ്റെ ഇയർ അല്ലെങ്കിൽ 6 ഇയറിന്റെ കാര്യം പറയണോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അവന്മാരായിട്ട് അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട, അവന്മാരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വെക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തില്ലെങ്കിൽ ലൈക്ക് അവർക്കൊരു ഇതാനും നിങ്ങൾക്കൊരു ഇതാനും മാക്സിമം മിങ്കിളായി ലൈക്ക് ചില്ലായിട്ട് നിൽക്കാൻ നോക്കുക. ഇതിനകത്ത് ഇനി കൂടുതൽ ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. ലൈക്ക് ഇന്നത്തെ ഒരു ഇഷ്യൂ ഇതായിരുന്നു. ഒന്ന് ലൈക്ക് ഒരു പേഴ്സണൽ ഹൈജീനും പിന്നെ കമ്മ്യൂണിറ്റി ഇഷ്യൂ. ഈ ഇടയ്ക്കുള്ള സാധനങ്ങൾ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവന്മാർ അങ്ങനെയുള്ള ഒരു സാധനം ഇല്ല. അതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ചോദിക്കുക. അമ്മക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ചു. അതെ, അല്ലാതെ നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു അവൻ എന്നെ പറ്റി അല്ലെങ്കിൽ അവൾ എന്നെ പറ്റി പറഞ്ഞു ഇങ്ങനെ ആ സംഭവം അത് തന്നെ സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ പല പ്രോബ്ലംസും തീർന്നു. പിന്നെ മാക്സിമം ഈ ലൈക്ക് ഒറ്റപ്പെടുത്താതിരിക്കാൻ നോക്കുക. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു സ്ഥലത്തുനിന്ന് വന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നാണ്. എല്ലാവരും ഇവിടെ ഇന്ത്യൻസ് ആയിട്ടാണ് അങ്ങനെ വിചാരിച്ചേക്ക്. എല്ലാവരും മലയാളീസ് കന്നഡ തമിഴ് അങ്ങനെ വിജയിച്ചിരിക്കാനില്ലേ. എനിക്ക് കന്നഡ അറിയാം, നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഒരു രസമാണ്. പല എന്തുവാ പറയണത്, പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച് ഇടപഴകി നമ്മൾ അവരുടെ എന്തുവാണ് പല കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കും. ഇതൊക്കെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണെങ്കിലും മക്കളെ അതൊന്നും ശരിയല്ല. ഇപ്പോഴും ഈ പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിനക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ്. എനിക്ക് ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ്. ഞാനിത് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാല് ഞാനൊരു ജൂനിയറായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കിത് പക്ക എനിക്ക് അടിച്ച സാധനമാണ്. ഇവന്മാരുടെ വിചാരം എന്ന് വെച്ചാല് ലൈക്ക് നമ്മൾ സീനിയേഴ്സാണ്. ഓക്കെ, നമ്മളുടെ മുമ്പിലുണ്ട സീനിയേഴ്സ് വരെ നമ്മളായിട്ട് നമുക്ക് ഹിന്ദിക്കാരന്മാരായിട്ട് കമ്പനി ഉണ്ടായിരുന്നു, കന്നഡിക്കാസായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. നമ്മൾ ആ കമ്പനി വെച്ചിട്ടാണ് നന്നത്. ഇവന്മാർക്ക് അങ്ങനെ ലൈക്ക് ഹിന്ദിക്കാരന്മാരായിട്ട് സംസാരിച്ചിട്ടില്ല, അവരായിട്ട് മിങ്കിൾ ചെയ്യാത്തോണ്ടില്ലേ, അവർക്കൊരു ഡിസ്റ്റൻസ് ഫീലിംഗ് ഉണ്ട്. അപ്പം അവർ വിചാരിക്കുന്ന അവനായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മലയാളീസ് എല്ലാം അവൻ്റെ കൂടെ വെക്കുന്നതാണ്. അത് മോനെ തെറ്റാണ്, ലൈക്ക് പക്ക തെറ്റാണ്. ആന്റെ ഭാഗത്താണ് ശരി, അവന്റെ ഭാഗത്തെ നമ്മൾ. അതെ, അതിപ്പോ മറ്റ് വേറൊരു കൂട്ടമാണെങ്കിലും അല്ല ഏതൊരു കൂട്ടം മര്യാദയായിട്ടും ശരിയായിട്ടും നിന്നത് ആരാണ് അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. അല്ലാതെ നിന്നെ പരിചയമുണ്ട്, നീ പറയുന്ന പോലെ മോശമായിട്ടൊരു പ്രവൃത്തി ആ ഒരു പർട്ടിക്കുലർ ആളെടുത്ത് ചെയ്ത് അതുകൊണ്ട് നമ്മൾ അങ്ങനൊന്നും ഇല്ല. തെറ്റ് ചെയ്തൊരു തെറ്റ് അത് തന്നെയാണ്, അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ, ഇത്രയും തന്നെ മതി. ഇന്ന് പ്രത്യേകിച്ച് സംസാരിക്കുകയൊന്നുമില്ല, കാരണം ഈ ഒരു ഇഷ്യൂ ഒന്ന് പറയണം. പിന്നെ ഈ പറഞ്ഞ പേഴ്സണൽ ഹൈജീനും അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെ നാളെ വരുന്ന കുട്ടികളാണ്, അവരെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ അതേ കണ്ണുകൊണ്ട് കാണാൻ പോണത്. സ്മെല്ലി ഇന്ത്യൻസ് എന്നുള്ളത് റീലിലും ഷോർട്സിലും എല്ലാം കാണുന്നതല്ലേ, എങ്ങനെയാണ് ലോകം മൊത്തം ട്രീറ്റ് ചെയ്യണമെന്ന്. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ലെവലാണ് അനുഭവിക്കുന്നത്. സത്യം. ലൈക്ക് ഒരു വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ആ രീതി പോകുമ്പോഴത്തേക്ക് ബാക്കി കൺട്രീസിലൊക്കെ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയാമല്ലോ. സോ
നിങ്ങളെ കൊണ്ട് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഇവർ ചിന്തിക്കുന്നതോ പറയുന്നതോ ഒന്നും അല്ല എന്ന് മാറ്റാൻ വേണ്ടി ഒരു ചെറിയ സ്പ്രേയുടെ കാര്യമേ ഉള്ളൂ. അതിന് വലിയ വിലയൊന്നുമില്ല അതാ സത്യമായിട്ടും. പിന്നെ എല്ലാവരുമായിട്ട് ലൈക്ക് ബേസിക് റെസ്പെക്റ്റ് കൊടുത്ത് നിൽക്കുക. കാശ് ചിലവൊന്നും ഇല്ലല്ലോ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്താലേ തിരിച്ചിങ്ങോട്ടും കിട്ടത്തുള്ളൂ. അല്ലാതെ എന്നെ അവിടെ കാണുമ്പോഴത്തേക്ക് ഹായ് പറയണമെന്നില്ല. അല്ല ഹായ് അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. അല്ലാതെ അത്രയ്ക്ക് കടിച്ചു പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് തോന്നുന്നില്ല. ചിരിച്ചു കാണിച്ചാൽ തിരിച്ച് ചിരിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ഹാപ്പി ആയിട്ട് പോകുന്നതിന്റെ ഒരു ചെറിയ ട്രിക്ക്. നാളെ തൊട്ട് ഇളിച്ച് കാണിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞോണ്ട് വഴി കൂടെ പോകുന്ന ചെക്കനെ പെണ്ണേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അടിച്ച് കിട്ടിയിട്ട് പോകും. അങ്ങനല്ല, ചെറിയൊരു ചിരി. അല്ല നമ്മളവസാനം അത് 2 ചേട്ടന്മാർ അവിടെ നിന്ന് ഇളിച്ച് കാണിക്കണം പറഞ്ഞു അതുവഴി പോകുന്ന പെണ്ണ് അതൊക്കെ മോശം. ചില്ലാണ് ലൈഫ്, അത്രേ ഉള്ളൂ. അതന്നെ. അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ, സൈൻ ഓഫ്. എല്ലാവരും